5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. RC രാജീവ് ചന്ദ്രശേഖരൻ ടെക്നോക്രാറ്റാണ്, ബില്യനെയറാണ്, നേരത്തെയുള്ള രാജ്യസഭ MP ആണ്, മുൻ മന്ത്രിയാണ്. തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അവസാന ലാപ്പ് വരെയും വിജയിയായി നിന്നിട്ട് അവസാനം നാമമാത്രമായ വോട്ടുകൾക്ക് ശശി തരൂരിനോട് തോറ്റ ആളാണ്. അതേപോലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹം വന്നപ്പോൾ തന്നെ ഒരു വലിയ ഹൈപ്പ് ഉണ്ടാക്കി. വികസിത കേരളം, വികസിത ഇന്ത്യ, വികസിത നിലമ്പൂർ എന്ന വലിയ ഹൈപ്പ് ഉണ്ടാക്കി. അദ്ദേഹം ഒരു ടീമിനെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ആ ടീമിനെ കാണുന്നില്ല. BJPയിൽ അസുഖങ്ങൾ തുടങ്ങിയോ, അതിൻ്റെ ഗ്രൂപ്പ് പോരാ ആരംഭിച്ചിട്ടുണ്ടോ, പിന്നെ നമ്മുടെ മുരളീധരൻ പക്ഷവും കൃഷ്ണദാസ് പക്ഷമെന്നും രമേശിൻ്റെ പക്ഷമെന്നും ശോഭാ സുരേന്ദ്രൻ്റെ പക്ഷമെന്നും അങ്ങനെ പല പക്ഷങ്ങളുണ്ടെന്നൊക്കെ പറയുന്ന ആളുകൾ പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടോ? എന്തുകൊണ്ട് BJPയിലേക്ക് അതിൻ്റെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ഇത് മാറി പുതിയ ടീമിനെ വെക്കാൻ കഴിയുന്നില്ല? തിരുവനന്തപുരം ജില്ലയിലെ BJPയുടെ പഴയ പ്രസിഡൻ്റായിരുന്ന സുരേഷ് BJPയുടെ സെക്രട്ടറി, ഇപ്പോഴും സെക്രട്ടറിയാണ്, അദ്ദേഹത്തെ ഇതിൻ്റെ സജീവമായി മുന്നിൽ നിർത്തിയിട്ടുണ്ട്. കൂടെ BJP മിക്ക വേദികളിലും കാണുന്നുണ്ട്. RC കൂടെ നിർത്തിയിട്ടുണ്ട്. ബാക്കി പിന്നെ അനൂപ് ആൻ്റണിയെ പോലുള്ള പല ആളുകളെ മീഡിയ സെല്ലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മീഡിയ സെൽ നന്നായി പുനഃസംഘടിപ്പിച്ചു. കുറച്ച് പിന്നെ ആളുകളെ ഇതിൻ്റെ സെക്രട്ടറിമാരായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഷോൺ ആൻ്റണിയുടെ നമ്മുടെ PCC ഷോൺ ജോർജിൻ്റെ പേരിങ്ങനെ കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ പ്രസിഡൻ്റാക്കുമെന്ന് പറയുന്നു. പിന്നെ തൃശ്ശൂരിൽ നിന്നുള്ള തൃശ്ശൂരിലെ BJP പ്രസിഡൻറ്റിനെ, ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന തലത്തിൽ വരുമെന്ന് കേൾക്കുന്നു. ശോഭാ സുരേന്ദ്രൻ്റെ പേര് വലിയ തോതിൽ സംസ്ഥാനത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുമെന്ന് കേൾക്കുന്നു. ഇങ്ങനെ ടീം പ്രഖ്യാപിക്കുമെന്ന് പറയുന്നതല്ലാതെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ ആളുകൾ പറയുന്നത് ശരിയാണോ? RC എന്താണ് സംഭവിക്കുന്നത്? അതോ നിലമ്പൂരിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പാണോ? താങ്കളിപ്പോൾ കേരളത്തിൻ്റെ ഒരു വികസിത കേരളം എന്ന് പറഞ്ഞൊരു കേരള യാത്ര നടത്തി. അത് ഒരു വശത്ത് തീർന്നു. ഇനി രണ്ടാമത് താങ്കൾ ഇനി നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഉടനെ വന്നു, അതും കഴിഞ്ഞു. എന്തായാലും ജൂലൈ മാസത്തിൽ നമുക്ക് കാണാൻ പറ്റുമോ, നമുക്കറിയാൻ പറ്റുമോ ആരാണ് നിങ്ങളുടെ പുതിയ ടീം? കേരളത്തിൽ BJPക്ക് ഗ്രൂപ്പുകൾക്ക് അതീതമായിട്ടുള്ള പുതിയ ടീം വരുമോ? വരുമെങ്കിൽ ആരാണ് ആ ടീം എന്നറിയാൻ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്. നിങ്ങൾ വികസിത കേരളം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പുതിയ ടീം ആരാണെന്നറിയാനും ആളുകൾക്ക് താല്പര്യമുണ്ട്. അതുപോലെ തന്നെ പുതിയ ടീമുമായി താങ്കൾ വന്നാൽ എന്താണ് താങ്കളുടെ വികസിത കേരളത്തിൻ്റെ അജണ്ട? വികസിത കേരളം എന്ന് ഒറ്റ സെൻറ്റൻസിൽ പറഞ്ഞതുകൊണ്ടോ, എല്ലാവർക്കും തൊഴിൽ കൊടുക്കണം, പട്ടിണിയില്ലാതെ ദാരിദ്ര്യമില്ലാതെ പറഞ്ഞതുകൊണ്ടോ ആവില്ലല്ലോ. ഒരു കൃത്യമായ ഒരു വികസന അജണ്ടയുണ്ടോ? ആ വികസിത കേരളത്തിൻ്റെ അജണ്ട എന്താണ്? അത് കടൽ മുതൽ കാട് വരെയുള്ള ഓരോ പ്രദേശത്തിൻ്റെയും ഓരോ വിഭാഗം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്? തീരദേശത്തിൻ്റെ പ്രശ്നങ്ങൾ, കാരണം കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും കൂടെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മഴയുടെ രീതി എല്ലാം മാറി. വലിയ പ്രതിസന്ധിയാണ് കേരളത്തിൽ. പ്രളയവും വെള്ളപ്പൊക്കവും വരൾച്ചയും ഉരുൾപൊട്ടലും കടൽ തീരമെടുക്കലും വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ കടലിൻ്റെ തീരത്തുള്ളവർക്കുള്ള പദ്ധതി എന്താണ്? പദ്ധതി എന്ന് പറയുമ്പോൾ പ്രോജക്റ്റ് അല്ല നോക്കുന്നത്, എന്താണ് അതിൻ്റെ വിഷൻ? അത് കഴിഞ്ഞ് ഇടനാടിലുള്ള ആളുകളുടെ എന്താണ്, മലനാട്ടിലുള്ളവരുടെ വികസനത്തിന് വേണ്ടിയുള്ള വിഷൻ എന്താണ്? അതുപോലെ തന്നെ പ്രധാനമാണ് ഓരോ മേഖല, കയറ്, കൈത്തറി, കശുവണ്ടി തുടങ്ങിയ എല്ലാം പ്രതിസന്ധിയിലാണ്. ആ പരമ്പരാഗത വ്യവസായങ്ങൾ, അതിനെ പുനർജീവിപ്പിക്കുവാനുള്ള എന്ത് വിഷനാണ്, എന്ത് മരുന്നാണ് താങ്കളുടെ കയ്യിലുള്ളത്? അതുപോലെ തന്നെ തൊഴിലാളികൾ, 40 ലക്ഷം വരുന്ന യുവാക്കൾക്ക് തൊഴിലില്ലാത്തൊരു നാടാണ്. അവർക്ക് തൊഴിൽ കൊടുക്കാനുള്ള എന്ത് മന്ത്രമാണ് താങ്കളുടെ കയ്യിലുള്ളത്? അതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളും അനുഭവിക്കുന്ന ഒരുപാട് ദുരിതങ്ങളുണ്ട്. പിന്നെ സർവീസ് സംഘടന ആളുകൾ, സീനിയർ സിറ്റിസൺസ്, അങ്ങനെ ഓരോ വിഭാഗം ജനങ്ങളെടുത്താൽ തൊഴിലാളികൾ, കർഷകരായിട്ടുള്ളവർ, നെൽകർഷകർ, കയറക്കർഷകർ, ഇങ്ങനെ ഓരോ വിഭാഗം എടുത്താലും അവരിലെല്ലാം വലിയ 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 പ്രതീക്ഷയും പ്രതിസന്ധിയും ഉണ്ട്. അപ്പോൾ അവരെ എങ്ങനെയാണ് താങ്കൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? താങ്കളുടെ വിഷൻ എന്താണ്? താങ്കളുടെ ടീം ആരാണ്? ഇതറിയുവാൻ കേരളത്തിന് താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും പുതിയ ഒരു ടെക്നോക്രാറ്റ് വന്ന് ഈ പതിവ് രാഷ്ട്രീയത്തിന് ചിട്ടപ്പടി അല്ലെങ്കിൽ ചിട്ടപ്പടി പ്രവർത്തനങ്ങൾക്ക് അതീതമായി പുതിയ പ്രവർത്തന ശൈലി താങ്കൾ കൊണ്ടുവരുന്നു. താങ്കളുടെ സമ്മേളനങ്ങളും പത്രസമ്മേളനങ്ങളും ഒക്കെ വളരെ മനോഹരമായി താങ്കൾ കൈകാര്യം ചെയ്യുന്നു. മലയാള ഭാഷ നന്നായി താങ്കൾ പ്രയോഗിക്കുന്നു. അതുപോലെ തന്നെ താഴെ തലങ്ങളിൽ ചെന്ന് വീടാന്തരം കയറി അങ്ങനെ നിങ്ങൾ വോട്ട് പിടിക്കുന്നു. ഇതെല്ലാം വളരെ മനോഹരമാണ്. പക്ഷേ അപ്പോഴും അറിയേണ്ടുന്ന 2 ചോദ്യങ്ങൾ. ഒന്ന്, ആരാണ് നിങ്ങളുടെ ടീം? അത് ഗ്രൂപ്പുകൾക്ക് അതീതമായി എന്തേ പ്രഖ്യാപിക്കാൻ തടസ്സം എന്ന് പ്രഖ്യാപിക്കും. രണ്ടാമത്, ഓരോ മേഖലയുടെയും വികസന കാഴ്ചപ്പാട് എന്താണ്? വാട്ട് ഈസ് യുവർ ഡെവലപ്മെൻ്റൽ പെർസ്പെക്റ്റീവ് ആൻഡ് ഡെവലപ്മെൻ്റൽ വിഷൻ ഫോർ ദി ഡെവലപ്മെൻ്റൽ കേരള ഓർ ഡെവലപ്മെൻ്റൽ ഇന്ത്യ, അല്ലെങ്കിൽ വികസിത കേരളത്തിനുള്ള, വികസിത ഇന്ത്യയോടുള്ള വികസിത കേരളത്തിൻ്റെ ഐക്യപ്പെടലിൽ എന്തൊക്കെയാണ് താങ്കളുടെ സബ്ജക്ട്സ്, എന്തൊക്കെയാണ് അജണ്ട എന്നറിയുവാനും കേരളത്തിന് താല്പര്യമുണ്ട്. RC താങ്കൾ വരും ദിവസങ്ങളിൽ ഇത് വെളിപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും.